എന്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന കാലത്ത് ഞാൻ മുമ്പിൽ നടക്കും, അവരെന്റെ പുറകെ നടക്കുമായിരുന്നു. കാരണം അവരെക്കാൾ കൂടുതൽ കാര്യവിവരവും ലോകവിവരവും എനിക്ക് കൂടുതലായിരുന്നു. ഇപ്പോ ഞാൻ പുറകെയാണ് നടക്കുന്നത്, എൻ്റെ മക്കളാ മുമ്പേ നടക്കും. കാരണം എന്നെക്കാൾ കൂടുതൽ കാര്യവിവരങ്ങളും എന്നെക്കാൾ കൂടുതൽ ലോകവിവരവും എൻ്റെ മക്കൾക്കാണ്. സത്യം പറയാൻ ഇപ്പൊ നാട്ടിലൊക്കെ പോകുമ്പോൾ അവർ കുഞ്ഞുങ്ങളാ, അവർക്കൊന്നും അറിയാത്തതുകൊണ്ട് അവൾ എൻ്റെ പുറകെ വരും. ഇപ്പോ ഞാൻ അവരെ പുറകെ പോകും. അത് പല പിതാക്കന്മാരും സമ്മതിക്കുന്നില്ല. മുഖം മനസ്സിൻ്റെ കണ്ണാടി തന്നെയാണ്. നിങ്ങളൊരു നല്ല പിതാവാണ് മിസ്റ്റർ മമ്മൂക്ക. നിങ്ങളുടെ മനസ്സിൻ്റെ വിശാലതയും വിവേക ചിന്താപരമായ കാഴ്ചപ്പാടുകളും തന്നെയാണ് നിങ്ങളുടെ സൗന്ദര്യം. ഇത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചത്, എത്ര നേരമായി അവൻ വന്നില്ലേ? എൻ്റെ കുട്ടി രാവിലെ കോളേജിലേക്ക് പോയതാ, ഉച്ചക്ക് വല്ലതും കഴിച്ചിരുന്നാവോ? അവൾ ഒറ്റയ്ക്കാ വണ്ടി കൊണ്ടുപോയത്, അവിടെ എത്തിയാവോ? ഈ ഫോണിലൊക്കെ കുത്തി പൈസ അടിച്ചാൽ അവിടെ കിട്ടുമോ? KSEB ഞാൻ തന്നെ കൊണ്ടുപോയി അടച്ചോളാം. അവളൊക്കെ ബാങ്കിൽ പോയ കാശ് കിട്ടുമോ? ബാങ്കുകാരും അവളെ പറ്റിക്കുമോ? ഞാൻ തന്നെ പോയിക്കോളാം. എല്ലാത്തിനും അവർ മുന്നേ നടക്കണം. മുന്നിലാണെങ്കിലും തിരക്കിടില്ല, ചിലപ്പോൾ നമ്മളെ ബാക്കിൽ നടക്കാനേ സമ്മതിക്കില്ല. ഏതാണ്ട് PV അൻവറിൻ്റെ ഒക്കെ ഒരു അവസ്ഥയാണ്. അവർ മാത്രം മതി, അവർ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കൂ. അവർ മരിച്ച ഈ ലോകം അതോട് കൂടി തീരും. അവരുള്ളത് കൊണ്ടാണ് ഈ ഭൂമി ചലിക്കുന്നത് എന്നൊക്കെയുള്ള ആദിയിൽ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ എന്തിനോ വേണ്ടി പേശികളൊക്കെ വലിച്ചു മുറുക്കി ഇടുങ്ങിയ ഒരു മനസ്സുമായി ജീവിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തെ പോലെ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനോ, മക്കൾ തീരുമാനിക്കട്ടെ അവർ ചെയ്യട്ടെ എന്ന് കരുതി മക്കളോട് അഭിപ്രായം ചോദിച്ച് സമാധാനിക്കാനോ സന്തോഷിക്കാനോ പറ്റാതെ മക്കളുടെ ഉള്ള സമാധാനം കൂടി കളഞ്ഞ് ജീവിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള നമ്മുടെ മിക്ക മാതാപിതാക്കളുടെയും മുഖത്ത് ഇത്ര തിളക്കം ഇല്ലാത്തത്. ശരിയല്ലേ?